കുറ്റം പറയുന്ന ഒരുപാട് പേരുണ്ട്. അണ്ടിത്താത്ത, കുണ്ടൻ, 9 ചാന്തുപുട്ട, അങ്ങനെ ഭയങ്കര കഷ്ടപ്പാടുകളിലായിരുന്നു എനിക്ക്. എൻ്റെ ഉമ്മ വീട്ടുജോലിക്ക് പോകുന്ന വ്യക്തിയായിരുന്നു. ഉമ്മ ഒക്കെ ഒരു 6 മണിയാകുമ്പോഴത്തേനും ഉമ്മ വീട്ടുജോലിക്ക് പോകും. അങ്ങനെ ഓർക്കാൻ ആഷിയുടെ ഫാമിലി ഒക്കെ എങ്ങനെയായിരുന്നു ഇത് അറിഞ്ഞപ്പോൾ? ഫാമിലി പ്രശ്നങ്ങളില്ല ഇപ്പോഴും. നമുക്ക് ആഗ്രഹമുള്ള പലരും നമ്മളോട് മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടോ? കാരണം എന്നോട് മിണ്ടാൻ, അല്ലെങ്കിൽ എന്നെ കൂട്ടാൻ, അല്ലെങ്കിൽ എന്നോട് സംസാരിക്കാൻ, എൻ്റെ കൂടെ നടക്കാൻ, അങ്ങനെയൊക്കെ ഭയങ്കര അവഗണന ഞാൻ നേരിട്ടിട്ടുണ്ട്. ഞാൻ വിചാരിക്കാറുണ്ട്, ഇതെന്താ എനിക്ക് മാത്രം ഇങ്ങനൊരു ഇത്, ഞാൻ മാത്രമേ ദൈവമേ ഈ ലോകത്ത് എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ മാട്ടെ അപ്പൊ ഇങ്ങനെ എങ്ക പോക വിട മാട്ടെ, ഞാൻ ഒന്നെ കൊന്ന് താടി വെപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആഷിയുടെ താടിക്ക് ഫാൻസ് കൂടുതലാ. 2 പേർക്കും പ്രപ്പോസൽസ് വരാറുണ്ടോ? എന്നെക്കാട്ടും കൂടുതൽ പ്രപ്പോസ് വരുന്നത് ആഷിക്കാണ്. എനിക്ക് പ്രപ്പോസ് തരാൻ കുറച്ച് മടിയായിരിക്കും ആൾക്കാർ, കാരണം ആഷി ചൂടാവും. ആഷിക്ക് പ്രപ്പോസ് ചെയ്ത് ഞാൻ പിന്നെ ഒന്നും ചെയ്യത്തില്ലല്ലോ. കൂളൊന്നുമല്ല, ഞാൻ ഭദ്രകാളിയാവും. പക്ഷെ ഇവൻ ആഷിക്ക് മെസ്സേജ് വരാറുണ്ട്, ഇങ്ങനെ ജാസിനെ ഒഴിവാക്കിക്കൂടെ, ഞാൻ ലൈഫ് തരാം. പിന്നെന്താ, പൊന്നു സഖി എന്തിനാ പിണക്കമെന്നോട് എന്തിനാ, അല്ല പൊന്നി കൽബ് വേദന. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്നും നമ്മളോടൊപ്പം 2 അതിഥികളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഇവരെക്കുറിച്ചുള്ള വീഡിയോസും ഇവരുടെ കുറേ റീൽസൊക്കെ ഉള്ളത്. ഏറ്റവും രസം, സോഷ്യൽ മീഡിയ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് നമ്മളെ പഠിപ്പിച്ചു തന്ന 2 പേരാണ്. നമ്മുടെ സ്വന്തം ജാസിം ആഷിയാണ്. നമസ്കാരം. ഏതായാലും വളരെ വളരെ സന്തോഷം. ഞങ്ങൾ ഒന്ന് നാട്ടിൽ കാലുകുത്താൻ നോക്കിയിരിക്കുകയായിരുന്നു. ഏതായാലും എപ്പോഴും നോക്കിയാലും ദുബായിലാണ്. നമുക്ക് അവിടെ വന്ന് എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇവിടെ എപ്പോഴെങ്കിലും വരുമ്പോൾ ഒന്ന് പിടിക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. നാട്ടിൽ വന്നപ്പോൾ ഫുൾ ഇന്റർവ്യൂ തന്നെയായിരുന്നു. കുറെ ആൾക്കാർ വിളിച്ച് ഇന്റർവ്യൂ തന്നെയായിരുന്നു കുറെ ആയിട്ട്. അതായത് കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ തന്നെയാണ്. ഏത് ചാനലാണെങ്കിലും അതിന്റെ ഒരു റീലും ഷോർട്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നിട്ടിരിക്കാം. വളരെ സന്തോഷം. എന്തായാലും നാട്ടിൽ വരവറിയിച്ചു. അപ്പോൾ എന്താണ് പുതിയ പരിപാടികൾ? ഇപ്പൊ നാട്ടിൽ ഇപ്പൊ പലരും പറയുന്നുണ്ട് ദുബായിലെ ബിസിനസ് ഒക്കെ നാട്ടിൽ തുടങ്ങാനുള്ള പരിപാടിയാണെന്നുകൊണ്ട് കുറച്ച് നാളായി ഇവരോട് ചുറ്റിക്കറങ്ങാൻ. നാട്ടില് വന്നത് കുറച്ച് കാര്യങ്ങളായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓൾറെഡി പ്രൊമോഷൻ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഭാഗം കൂടി ആയിട്ടാണ് വന്നത്. പിന്നെ എപ്പോഴും നാട്ടിൽ വന്ന ഒരു 10 ദിവസമൊക്കെ നിന്നിട്ട് തിരിച്ചു പോകും. ഇത്രയും ലോങ് ആയിട്ട് നിന്നത് ഇത് ആദ്യമായിട്ടാണ്. അപ്പൊ കുറെ ചാനൽസിനൊക്കെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതാണ് ഇത്ര ലോങ് ആയത്. അല്ല ശരിക്കും ഇപ്പൊ ഇവിടെ ബിസിനസ് ഒക്കെ അവിടെ ആരാണ് നോക്കുന്നത്? അവിടെ ഉണ്ട്, സ്റ്റാഫ് ഉണ്ട്, അവിടെ ആൾക്കാരുണ്ട്, സ്റ്റാഫ് ഉണ്ട്, അവർ ഒരു ഹാൻഡിൽ ചെയ്തോളൂ. ഓക്കെ. അപ്പൊ ഇങ്ങനെ എന്താണ് പ്ലാൻ എന്ന് പലർക്കും മനസ്സിലാവില്ല. പിന്നെ ഇന്റർവ്യൂ കൂടെ ഒക്കെയാണ് ഓരോ കാര്യങ്ങൾ അറിയുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു നമ്മളൊരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പോവാ. ആഷി സംസാരിക്കുന്നില്ലെന്നാണ് പലരും ഇവിടെ. അത് ഞാൻ നിർത്തിയിട്ടോ. എല്ലാ ഇന്റർവ്യൂ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ആഷിയാണ്. അത് ലാസ്റ്റത്തെ ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടായിരുന്നു. എല്ലാ ഇന്റർവ്യൂലും ഇപ്പൊ ആഷിയാണ് സംസാരിക്കുന്നത്. ഇപ്പൊ ആഷിയാണ് സ്കോർ ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ പറയാറ് ആഷിനോട് ഞാൻ പറയാന്ന്. എന്തായാലും നമുക്ക് ഈ സ്റ്റോറിയുടെ എല്ലാം സ്റ്റാർട്ടിങ്ങിലേക്ക് പോവാം, എല്ലാം ബാക്കോട്ട് പോവാം. ശരിക്കും എങ്ങനെ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നത്? എങ്ങനെ ഞങ്ങൾ കണ്ടുമുട്ടുന്നത്, ആഷി ഒരു ഫുട്ബോൾ പ്ലെയർ ആണ്. എൻ്റെ നാട്ടിലേക്ക് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി വന്നിട്ട് അങ്ങനെയാണ്. അപ്പൊ അന്ന് അങ്ങനെ ഒരു ലൈക്ക് ഫോണൊന്നും അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം അല്ലല്ലോ. കുഞ്ഞ ഫോണില്ലേ, ആ മറ്റേ നോക്കിയോന്റെ, അതൊക്കെയായിരുന്നു അന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് മുമ്പ്. അന്നല്ല, ഒരുപാട് മുമ്പല്ല, അന്ന് ഞങ്ങളെ പോലത്തെ ഒരു ഫാമിലിക്ക് വാങ്ങാൻ പറ്റിയ ഫോൺ അതായിരുന്നു. അങ്ങനെ ആ രീതിയിലാണ് നല്ല കണക്ഷൻ ആയത്. ആദ്യം നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ ആഷി ഓൾറെഡി ദുബായിൽ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറെ നല്ല ഫ്രണ്ട്സ് ആയിട്ടിരുന്നു. പിന്നെ നമുക്ക് 2 പേർക്കും ഒരേ വൈബാണ്. 2 പേരും ഒരേ വേവ് ലെങ്ത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഒരേ വഞ്ചിയിൽ തുഴഞ്ഞു പോകാൻ പറ്റുന്ന ആളുകളാണ്. കാരണം എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ അണിഞ്ഞ് ഒരുങ്ങി നല്ല അടിപൊളിയായിട്ട് നടക്കാൻ. ഇവൻ ആഷി ആണെങ്കിൽ നല്ല വെൽ ഡ്രസ് ആയിട്ട് നടക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. എനിക്കും യാത്ര ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നമുക്ക് 2ഉം ഒരേ വൈബാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയാൽ പോരെ എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, ഞങ്ങൾ അങ്ങനെ ചേരേണ്ടവർ തമ്മിൽ ചേരാന്ന് പറഞ്ഞു. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ആഷിയുടെ വീഡിയോസിന്റെ അടിയിലൊക്കെ ആഷി കാസർഗോഡാണ് ഇങ്ങനെയൊക്കെയാണ് പലരും കമന്റ് ചെയ്യുന്നത്. അധികം എല്ലാവരും ചോദിക്കും, ആഷിനെ കണ്ടാലും ചോദിക്കും കാസർഗോഡാണോ, ആ ഡ്രസ്സിംഗ് ഒക്കെ കണ്ടിട്ട്. ആഷി പാലക്കാടാണ്. പാലക്കാടുള്ള നമ്മുടെ ഒലവങ്കോട് അല്ലേ? ഒലവങ്കോട്. എന്തിന് എനിക്ക് ഏറ്റവും ചിരി വന്നൊരു കാര്യം, ഈ താടി വെപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ആഷിയുടെ താടിക്ക് ഫാൻസ് കൂടുതലാ. ഞങ്ങള് ഷോപ്പിൽ ഒരു ബിയേഡ് ഓയിൽ തന്നെ ഇറക്കി, കാരണം ആഷിന്റെ പേരിൽ. കാരണം ഒരുപാട് കസ്റ്റമേഴ്സ് വന്ന് ചോദിക്കും, ലൈക്ക് ആൺകുട്ടികൾ വന്ന് ചോദിക്കും, ഈ താടി ആൺകുട്ടികൾ വന്ന് ചോദിക്കും, ബ്രോന്റെ താടി എങ്ങനെ ഇത്ര കട്ടിക്ക് വന്നത്, എന്താ സീക്രട്ട് എന്താ ഒന്ന് പറ. അങ്ങനെ കുറെ ആൾക്കാർ എൻക്വയറി ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, ഓക്കെ എന്നാ ഒരു ബിയേഡ് ഓയിൽ ഇറക്കാം, അതൊരു ബിസിനസ് ആയിട്ട് ഇരിക്കട്ടെ. അങ്ങനെ ആഷിന്റെ പേരിൽ ഒരു ആൽക്കമി ബിയേഡ് ഓയിൽ ഞങ്ങൾ ഇറക്കി. എന്ത് വേണം സ്വന്തമായിട്ട്. അല്ല, ഈ ഫുട്ബോൾ കളിക്കാൻ വന്ന ഇപ്പൊ നാട്ടില് പാലക്കാട് ഇപ്പൊ അവിടെ അങ്ങനെ വരുമല്ലോ, അവിടെയാണ് ഏറ്റവും കൂടുതൽ ഫുട്ബോൾ. പിന്നെ ഒലോക്കോട് ഒരു ഫാമിലി ഉണ്ട്. പിന്നെ എന്റെ അമ്മയുടെ വീട് ഒലവക്കോട് പാലക്കാടാണ്, പൂക്കരത്തോട്ടം എന്ന് പറയും. ശരിക്കും അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരുമിച്ച് മുമ്പോട്ട് പോകാൻ തീരുമാനിക്കുമ്പോൾ ഒരുപാട് ചെറിയ വെല്ലുവിളികളൊന്നല്ല, ഒരുപാട് വെല്ലുവിളികളാണ് നമുക്കുള്ളത്. ഇപ്പോഴും ഉണ്ട്. അത് ഇത്രയായിട്ടും ഇപ്പോഴും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അതെ, ഒരുപാട് വെല്ലുവിളികളുണ്ട്. ഏറ്റവും കൂടുതൽ പ്രശ്നം ഏത് ഭാഗത്തുനിന്നാണ് വരുന്നത്? സോഷ്യൽ മീഡിയ വൈസ് ഉണ്ട്. അത് അല്ലാണ്ട് ഫാമിലിന്റെ ഭാഗത്തുനിന്നും ഈവൻ എല്ലാരും ഇല്ല കേട്ടോ. കുറച്ച് ആൾക്കാരൊക്കെ നമ്മളിപ്പോ അക്സെപ്റ്റഡ് ആണ്, അല്ലാണ്ട് കുറച്ച് ആൾക്കാരെ എപ്പോഴും അക്സെപ്റ്റഡ് അല്ല. ഇവൻ ആഷിയുടെ വീട്ടിലാണെങ്കിലും എൻ്റെ വീട്ടിലാണെങ്കിലും. പിന്നെ സോഷ്യൽ മീഡിയ വൈസ് നോക്കുന്നത് ലൈക്ക് ഞങ്ങളെ ജെൻഡർ ഐഡന്റിറ്റി വെച്ചിട്ടും ഞങ്ങളെ സെക്ഷുവാലിറ്റി വെച്ചിട്ടൊക്കെയാണ് ആൾക്കാർ അങ്ങനെ വിമർശിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. പക്ഷെ ഇപ്പോഴത്തെ ഒരു ഒരു ലൈക്ക് കുറച്ചും കൂടെ ഒരു ഇപ്പോഴത്തെ ജനറേഷനത്തെ ആൾക്കാർ കുറച്ചും കൂടെ ഒക്കെ നമ്മളെ അംഗീകരിക്കുന്നുണ്ടെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. പുറത്ത് പോകുമ്പോഴൊക്കെ നമ്മളെ കാണുമ്പോഴൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ചും കൂടെ ഒക്കെ ഒരു അംഗീകാരം കിട്ടുന്നുണ്ടെന്ന്. പക്ഷെ കുറച്ചും കൂടെ ഒക്കെ പഴയ ആൾക്കാർ ഇപ്പോഴും ആ ഒരു വന്നിട്ടില്ല. നമുക്ക് ആഗ്രഹമുള്ള പലരും നമ്മളോട് മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടോ? എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ കസിൻസ് ആണോ, ഫ്രണ്ട്സ് ആണോ? അവരൊക്കെ എങ്ങനെ പിന്നെ ഞാൻ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്? എങ്ങനെയാണ് അവരോടൊക്കെ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? ഇവരോടൊക്കെ ശരിയാവും. എനിക്ക് പൊതുവെ പണ്ടായിരുന്നു അങ്ങനെ. കാരണം എന്നോട് മിണ്ടാൻ, അല്ലെങ്കിൽ എന്നെ കൂട്ടാൻ, അല്ലെങ്കിൽ എന്നോട് സംസാരിക്കാൻ, എൻ്റെ കൂടെ നടക്കാൻ, അങ്ങനെയൊക്കെ ഭയങ്കര അവഗണന ഞാൻ നേരിട്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്ത്. അന്നും എനിക്ക് കുറച്ചും കൂടെ ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പെൺകുട്ടികളായിരുന്നു. ആൺകുട്ടികൾ എപ്പോഴും കളിയാക്കുക, അങ്ങനെ ഒരു അവഗണന പോലെയായിരുന്നു. ഇല്ല അങ്ങനെ ഒറ്റപ്പെടുത്തുന്ന അത് തന്നെയായിരുന്നു. എനിക്ക് സ്കൂൾ തലത്തിലൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ അങ്ങനെ വിഷമമൊക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. ഇപ്പോ അങ്ങനെ നമ്മൾ മാറ്റി നിർത്തിയ ആൾക്കാർ ഈവൻ നമ്മുടെ നമ്പർ തപ്പിപ്പിടിച്ച് നമ്മളെ വിളിച്ച്, ജാസി എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണം അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ഒരു കല്യാണം ഉണ്ട്, ഒരു ആശംസ വീഡിയോ പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ നമ്മൾ ഒരു സംഘടനേൻ്റെ പരിപാടി ഉണ്ട് അതിനൊരു ആശംസ വീഡിയോ പറഞ്ഞു തരുമോ എന്നുകൊണ്ട് അവർ നമ്മളെ തപ്പിപ്പിടിച്ച് നമ്മുടെ നമ്പർ മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. ലൈക്ക് അന്ന് നിർത്തിയ ആൾക്കാരൊക്കെ നമ്മളിപ്പോ അംഗീകരിക്കുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ ഒരു ചെറിയ സന്തോഷം. ഇപ്പൊ ഒരുപാട് ഇന്റർവ്യൂസിലൊക്കെ ചോദിച്ചിട്ടുണ്ടാവും, എന്നാലും നമുക്ക് സ്വന്തമായിട്ടൊരു തിരിച്ചറിവ് വരൂലേ, എന്റെ ജെൻഡർ ഇതല്ല, ഞാൻ അങ്ങനെ ഒരു അത് തിരിച്ചറിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോഴായിരിക്കും നമുക്ക് കൺഫ്യൂഷൻസ്, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആവുന്നത്, എനിക്ക് എന്താ അവരുടെ കൂടെ കൂടാൻ പറ്റാത്ത ആ ഒരു സ്റ്റേജ് ഏത് കാലഘട്ടത്തിലായിരുന്നു? എനിക്ക് ചെറുപ്പത്തില് ഒരു സ്കൂൾ കാലഘട്ടം ഒക്കെ ആയ സമയത്ത് ഞാൻ വിചാരിച്ചത് എന്നെപ്പോലെ ഞാൻ മാത്രമേ ഈ ലോകത്തുള്ളൂ, ഞാൻ എന്താ ഇങ്ങനെ ഒരു എനിക്ക് എന്താ ഒരു പെൺകുട്ടികളെ പോലെ ഒരു സ്വഭാവം, കാരണം ഞാൻ വേറെ ആരും കാണുന്നില്ല എൻ്റെ ചുറ്റും. അപ്പം എൻ്റെ ആ ഒരു നാട്ടിൻ്റെ ആ ഏരിയയിൽ മുഴുവൻ നോക്കുമ്പോഴും ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു, കാരണം എനിക്ക് പെൺകുട്ടികളുടെ ഡ്രസ്സ് ഇടാനാണ് ഇഷ്ടം, അവരുടെ കൂടെ നടക്കാനാണ് ഇഷ്ടം, എനിക്ക് എന്താണ് അവരുടെ കൂടെ ഒരുങ്ങി നടക്കാനൊക്കെ ഇഷ്ടം. അപ്പം ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, ഇതെന്താ എനിക്ക് മാത്രം ഇങ്ങനൊരു ഞാൻ മാത്രമേ ഉള്ളൂ ദൈവമേ ഈ ലോകത്ത് എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു +1 +2 ഒക്കെ എത്തിയ സമയത്ത് പിന്നെ വേറൊരു ഫ്രണ്ടിനെ ഇങ്ങനെ കണ്ടു. പിന്നെ എനിക്ക് ഇങ്ങനെ നമ്മളെ കൂടെ കുറേ ആൾക്കാരുണ്ട്, കുറേ സംഘടനകളുണ്ട്, കമ്മ്യൂണിറ്റികളുണ്ട്, അങ്ങനെയൊക്കെ പിന്നെ മനസ്സിലാവും. പിന്നെയാണ് തിരിച്ചറിഞ്ഞത്. ശരിക്കും ഏറ്റവും വലിയ അനുഗ്രഹം എന്താ അറിയാമോ? ഇപ്പോൾ ആഷിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് ഇങ്ങനെ ജാസിനെ കാണുന്നു, ഇഷ്ടപ്പെടുന്നു, അങ്ങ് ഒരുമിച്ച് ജീവിക്കാമെന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ ഞാൻ ഒന്നും വിചാരിക്കരുത്, ഒരിക്കലും ഒരു ഗേയോ ഇതൊന്നും അല്ല ആഷി, നമുക്കറിയാം അല്ല. എന്നിട്ടും ഞാൻ എൻ്റെ സ്വന്തം തീരുമാനത്തിൽ അങ്ങ് ഇറങ്ങിയേക്കാണ് ഇതിലേക്ക്. അപ്പോൾ ആഷി നേരിട്ടേക്കുന്നതും അതിനെക്കാട്ടും വലിയ ഒരുപാട് കളിയാക്കലുകൾ
ഇല്ലേ? അത് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ആഷിനെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരണമെന്ന് വിചാരിച്ച വ്യക്തിയല്ല. ഞാൻ മാത്രം അന്ന് വീഡിയോ ചെയ്യുള്ളൂ. ആഷിക്ക് അന്ന് വീഡിയോ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനായിട്ട് നിർബന്ധിച്ചിട്ടാണ് പിന്നെ സോഷ്യൽ മീഡിയയിൽ അവൻ വരുന്നത്. പിന്നെ ഇപ്പൊ അവൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്, പക്ഷെ ആ സമയത്തൊന്നും അങ്ങനെ ആക്റ്റീവ് അല്ല. പിന്നെ ഇപ്പോൾ എൻ്റെ കൂടെ ഒക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇവനെ കുറെ ആൾക്കാർ കളിയാക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും ഒക്കെ പേഴ്സണലി എനിക്ക് നല്ലതായിട്ട് വിഷമം വരാറുണ്ട്. കാരണം നമ്മളൊരു പാർട്ട്ണറിനെ ആണല്ലോ അത് പറയുന്നത്. കാരണം ഒരു ഭാഗത്തു നിന്ന് ആൾക്കാർ ചിന്തിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് ഇവ എൻ്റെ കൂടെ നടക്കുന്നത്, പക്ഷെ എന്നിലൂടെ ഞാൻ ചിന്തിക്കുന്ന സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തിക്കും ഇങ്ങനെ ഞാനിങ്ങനെ ആയതുകൊണ്ട് അയാൾക്കും കൂടി ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ പേഴ്സണലി ഭയങ്കര വിഷമം തോന്നാറുണ്ട് മനസ്സിൽ. പല കമന്റുകളും കാണുമ്പോൾ രണ്ടുപേർക്കും മനസ്സിലായി. പക്ഷെ എന്നാലും ആശയാണ് കേട്ടോ, ഞാൻ ഭയങ്കരമായിട്ട് ഡെസ്പ് ആവും. പക്ഷെ ആശി നന്നായിട്ട് ഇതാക്കും. നീ എന്തിനാ അത് ഡെസ്പ് ആവുന്നത്, വിട്ടുകള കമന്റ് നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ജീവിച്ചു, ഒരാളെയും ഡിപ്പെൻഡ് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ സോഷ്യൽ മീഡിയ കമന്റുകൾ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നിങ്ങൾ മുമ്പോട്ട് പോകും. ഇപ്പൊ ആഷിയുടെ ഫാമിലി ഒക്കെ എങ്ങനെയായിരുന്നു ഇത് അറിഞ്ഞപ്പോ? ഫാമിലി പ്രശ്നങ്ങളില്ല. ഓക്കെ, ഒരു തരത്തിലും നമ്മുടെ ഇതിലേക്ക് എത്തുന്നില്ല. പക്ഷെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഇവിടെ പറയാം, ഒരുപാട് ആൾക്കാരും അകന്നവരൊക്കെ ഇപ്പൊ അടുത്ത് വന്നിട്ടുണ്ട്. അതെല്ലാം റെഡിയാവും. അതിലെ ഉപ്പ നമ്മളെ വിട്ട് പോകുന്നതിന് മുമ്പ് ഉപ്പ പറഞ്ഞിട്ടുണ്ടോ ഇതിനെക്കുറിച്ചെല്ലാം? എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല, ആ സമയത്ത് ഞാൻ എൻ്റെ ഐഡന്റിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് പേടിയായിരുന്നു. ഉപ്പാനെ പേടിയല്ല, ലൈക്ക് എനിക്ക് സമൂഹത്തെ പേടിയായിരുന്നു. പിന്നെ എൻ്റെ ഫാമിലി, എൻ്റെ ചേച്ചിമാര് അവരൊക്കെ അങ്ങനെ ഒരു സ്റ്റേബിളിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു വലിയ ഇഷ്യൂ ആവും, കാരണം പ്രത്യേകിച്ച് ഞങ്ങളുടെ സമുദായത്തിൽ വലിയ പ്രോബ്ലംസ് വരും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉപ്പാനൊക്കെ മരണശേഷമാണ് ഇപ്പം സ്റ്റിൽ ഇപ്പം അടുത്താണ് ഞാൻ അങ്ങനെ റിവീൽ ചെയ്തത്, ഇങ്ങനെ പറഞ്ഞത്. എനിക്ക് കാരണം ഇപ്പോൾ എനിക്ക് ഇത്ര വയസ്സായി, ഇനിയും ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചില്ലെങ്കിൽ ഞാൻ പിന്നെ വെറുതെ ജീവിച്ചത് പോലെ ആയി പോവില്ലേ, അത് അങ്ങനെ പറഞ്ഞാണ് പിന്നെ ഓക്കെ ആയത്. അതെ അതെ. ഈ ശരിക്കും പറഞ്ഞപ്പോ ആ ഒരു ചെറുപ്പ കാലഘട്ടത്തില് ശരിക്കും നല്ല കഷ്ടപ്പാടിന്ന്, ഒരുപാട് അത്യാവശ്യം കഷ്ടപ്പാടിന്ന് തന്നെ വളർന്നുള്ള പലരും പറയുന്നത് പൈസയുടെ കുന്തളിപ്പാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക്. ഞാനൊക്കെ സത്യം പറഞ്ഞാൽ നല്ലൊരു ഡ്രസ്സും നല്ല ഫുഡും നല്ല ഒരു സ്ഥലത്ത് ഞാൻ ഇപ്പോഴാണ് പോവാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ നല്ലൊരു ഡ്രസ്സ് ഇടാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. ഈവൻ നല്ലൊരു ഫുഡ് കഴിക്കാൻ തുടങ്ങിയതൊക്കെ ഞാനിപ്പോൾ വളരെ റീസെൻ്റ്ലിയാണ്. ഞാൻ പണ്ട് മുതലേ ദുബായിലേക്ക് ഞാൻ ഇവിടുന്ന് കയറുന്ന സമയത്ത് ഞാൻ വലിയ +2 കഴിഞ്ഞ് ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഞാൻ കയറുന്നത്. ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറേ ദുബായിൽ നടന്നു, ജോലിയൊന്നും കിട്ടിയില്ല. ആ സ്ഥലത്തൊന്നും സോഷ്യൽ മീഡിയ ഇല്ല ഞാൻ. പിന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഇല്ല, ഹോട്ടലിലാണ് ഞാൻ ഫസ്റ്റ് ജോലി എടുക്കുന്നത്. അവിടെ ഒരു അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി എല്ലാം സർവീസും കാര്യങ്ങളും ഒക്കെ ചെയ്യണമായിരുന്നു. അക്കൗണ്ട്സ് നോക്കണമായിരുന്നു, റിസപ്ഷൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ പ്രൊമോട്ട് ചെയ്ത് അങ്ങനെ വന്നത്. ഇനിയിപ്പോ ലൈഫിലേക്കുള്ള പ്ലാനിങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ലൈഫിലെ പ്ലാനിങ്ങൾ കുറച്ചുകൂടെ ഏൺ ചെയ്യണം. നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയ ഒരു സമയമാണല്ലോ, കുറച്ചുകൂടെ ക്യാഷ് ഉണ്ടാക്കണം. പിന്നെ നമ്മുടെ ഷോപ്പ് ഒന്നും കൂടിയൊക്കെ നല്ല അടിപൊളിയാക്കണം, ഒന്നും കൂടെയൊക്കെ ബ്രാഞ്ചസ് കൊണ്ടുവരണം. ഒരുപാട് പേര് ബ്രാഞ്ചസ് ചോദിക്കുന്നുണ്ട്, നമ്മൾ നല്ല കുറച്ച് ആൾക്കാരെ നോക്കിയിട്ട് എടുക്കുകയുള്ളൂ. ഇപ്പൊ ഈ ബിസിനസ്സിലേക്ക് എത്തിയത് ഇപ്പൊ രണ്ടുപേരും കൂടി ചേരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പുതിയ പ്ലാനുകളൊക്കെ വരും. ഇപ്പൊ രണ്ടുപേരും ഒരേ മനസ്സോട് മുമ്പോട്ട് പോകുന്നവരാണ്. അപ്പൊ ഈ പ്ലാനുകളിൽ ഇപ്പൊ നമുക്ക് ഉണ്ടാവുന്ന മിസ്റ്റേക്കുകളൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ടാണ് ഇത് ബിസിനസ്സിലേക്ക് ഞങ്ങൾ വരുന്നത്. പറഞ്ഞാൽ ഞാൻ ഒരു പെർഫ്യൂം ഷോപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈക്ക് സ്റ്റാഫ് പോലെ. അപ്പോൾ അവിടുന്ന് എല്ലാം കണ്ട് ഒക്കെ അറിയാമായിരുന്നു, ഒരു മൈൻഡ് എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വിചാരിച്ചു സ്വന്തമായിട്ട് ഒരു ഷോപ്പ് ഓപ്പൺ ആക്കണം എന്ന് വിചാരിച്ചപ്പോൾ അതിന് നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് നമ്മളെ ബോസ് എന്ന് പറഞ്ഞാൽ അജീഷ് ഏട്ടൻ. ആ ഏട്ടനാണ് നമ്മളെ കൂടെ നിന്നതും. ഏട്ടൻ്റെ ഫാമിലി ആണെങ്കിലും വൈഫാണെങ്കിലും ഒക്കെ നന്നായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഒരു ഷോപ്പ് നമുക്ക് വേണ്ടിയിട്ട് അടിപൊളിയാക്കി തന്നു, എല്ലാം ചെയ്ത്. നമ്മൾ ഭയങ്കര നമ്മളൊരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് അജീഷ് ഏട്ടൻ തന്നെയാണ് സത്യം പറഞ്ഞാൽ. ഒരാളുടെ സപ്പോർട്ടിലാണ് ഒരാൾ വളർന്നത്. കാരണം നമുക്ക് അതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. നമ്മൾ പുതിയ ആൾക്കാരാണ് ദുബായിൽ, നമുക്ക് എങ്ങനെയാണ് ഒരു ബിസിനസ് ഇതിനെ കുറിച്ചൊന്നും വലിയ ഐഡിയ ഉള്ള ആൾക്കാരല്ല. പക്ഷെ ഇതെല്ലാം ബാക്കിൽ നിന്ന് നമുക്ക് ചെയ്തു തന്നതും നമ്മളെ ഷോപ്പിനെ വളരെ സക്സസ്ഫുൾ ആക്കിയതും ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു കഴിവുകൊണ്ട് തന്നെ. ഒരു 10 വർഷം ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ 10 വർഷം പുറയുള്ള ജാസി ആരായിരുന്നു? 10 വർഷം പുറയുള്ള ജാസി സത്യം പറഞ്ഞാല് ഞാൻ ഭയങ്കര കഷ്ടപ്പാടുകളിലായിരുന്നു. എനിക്ക് ഒരു ഹാപ്പിനെസ് ഒന്നും എനിക്ക് എൻ്റെ ചെറുപ്പകാലത്ത് അങ്ങനെ കിട്ടിയിട്ടില്ല.
കാരണം ചെറുപ്പത്തിൽ മുതൽ എൻ്റെ ഉമ്മ വീട്ടുജോലിക്ക് പോകുന്ന വ്യക്തിയായിരുന്നു. ഈവൻ ചേച്ചിമാർ രണ്ടുപേരും കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലായിരുന്നു. ഞാൻ ഉപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും. ഉപ്പ ടാക്സി ഡ്രൈവറാണ്, സാധാരണ ടാക്സി ഡ്രൈവർ. ഒരു ദിവസം ടാക്സി ഓടിയ വീട്ടിലേക്ക് എന്തെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവില്ല. ഉമ്മ വീട്ടുജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇല്ല, ആ സമയത്തിട്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പം മാഷാ അല്ലാ അൽഹംദുലില്ലാ ഹൈറാണ്. ആ സമയത്ത് ഭയങ്കര ഇതാണ് നമുക്ക്. പലപ്പോഴും ഉമ്മ വീട്ടുജോലിക്ക് പോയിട്ട് വരുന്ന വീട്ടിലത്തെ ഫുഡുകളായിരിക്കും നമ്മൾ കഴിച്ചിട്ടുണ്ടാവുക. അവരെ വസ്ത്രമായിരിക്കും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അവരെ ബാഗ്, അവരെ ചെരുപ്പുകൾ. അന്ന് ഒരുപാട് വിഷമമുള്ള സമയം തന്നെയായിരുന്നു. കാരണം എൻ്റെ ഉമ്മയൊക്കെ എനിക്ക് തോന്നുന്നു ആ ഒരു ഞാനൊക്കെ ഉണരുന്നതിന് മുമ്പ്, മദ്രസയിൽ ഉണരുന്നതിന് മുമ്പ് തന്നെ ഉമ്മൊക്കെ ഒരു 6 മണിയാകുമ്പോഴത്തേന് ഉമ്മ വീട്ടു ജോലിക്ക് പോകും. ഉമ്മക്ക് അന്ന് 3-4 വീട്ടിൽ ജോലി ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ സ്കൂളിൽ എല്ലാം കഴിഞ്ഞ് റിട്ടേൺ വരുന്ന സമയത്താണ് ഉമ്മ ലാസ്റ്റ് ഒരു വീട്ടിലുണ്ടാവും. ഞാൻ നേരെ അവിടേക്ക് പോവും. അപ്പോൾ അവിടെ ഒരു കോണിയുണ്ട്. ആ കോണിൻ്റെ അവിടെ ഉമ്മ അവിടെ അലക്കുന്നുണ്ടാവും, ഞാൻ അവിടെ ഇരിക്കും. ഉമ്മാക്ക് അവർ കൊടുത്ത ഫുഡ് അവിടെ ഉണ്ടാവും, അടച്ചു വെച്ചിട്ടുണ്ടാവും. ഞാനതെടുത്ത് എനിക്ക് ഉമ്മ തരും, ഞാനത് അവിടെ നിന്ന് കഴിക്കും. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും പിന്നെ വീട്ടിലേക്ക് വരും. അങ്ങനെ ഓർക്കാൻ ഭയങ്കര വിഷമമുള്ള ഒരു സംഭവം. കാരണം എനിക്ക് ഒത്തിരി എൻ്റെ ലൈഫിൽ ഞാൻ കണ്ട ഏറ്റവും സ്ട്രോങ് ലേഡി എന്ന് പറയുന്നത് എൻ്റെ ഉമ്മയാണ്. കാരണം എൻ്റെ ഉപ്പ ഭയങ്കര സാധുവായിരുന്നു. ഉപ്പാക്ക് ടാക്സി ഓടിയാൽ മാത്രമേ ഞങ്ങൾ വീട്ടിൽ വരുമാനമുള്ളൂ. എൻ്റെ ഉമ്മാൻ്റെ ഒരു എന്താ പറയുക, ഒരു ബോൾഡ് കൊണ്ടാണ് ഞങ്ങളെ വീട് നന്നായിട്ട് പോയത്. ഉമ്മയും കൂടി വീക്കായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെ ആയിരുന്നില്ല. ഉമ്മയാണ് ഏറ്റവും ഒരു ബോണെന്ന് പറയുന്നത്. എല്ലാവരുടെയും സത്യമായിട്ടും ആ ഉമ്മ ഇപ്പൊ സന്തോഷിക്കുന്നുണ്ടാവും, തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും. വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലോ നമ്മളിങ്ങനെ സംസാരിക്കുന്നത്. ഉമ്മാനെ പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് ഇമോഷണലായി പോകും. എന്തായാലും 3 മക്കളെ ഇതേപോലെ ഇത്രയും ചേർത്ത് പിടിച്ചിട്ട് ഉമ്മ കഷ്ടപ്പെട്ട എന്തോരം കഷ്ടപ്പെടും. എന്തായാലും ഒരു വീട്ടിൽ പറയുമ്പോൾ ചിലപ്പോൾ ഭക്ഷണം വരെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നിട്ടായിരിക്കും അവിടെ. സത്യമാണത്. ഉമ്മയ്ക്ക് കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണമല്ലേ നിങ്ങളൊക്കെ കഴിക്കണം. അപ്പോൾ അത്രയധികം ത്യാഗം സഹിച്ചിട്ടുള്ള ഒരാളാണ് ഉമ്മ. അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ മുമ്പിൽ കടപ്പെട്ടിരിക്കുന്നതും ഉമ്മാനോട്. ഇപ്പൊ ഉമ്മ എന്തായാലും ഹാപ്പി അല്ലേ? അതെ അതെ, ഇപ്പൊ ഹാപ്പിയാണ്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി വീടും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ഇതൊക്കെ ചിലപ്പോൾ സ്വപ്നം കൂടി കണ്ടിട്ടുണ്ടാവില്ല ഈ ഒരു അവസ്ഥ അല്ലേ? വാപ്പ അതുപോലെ ഉപ്പ എവിടെയെങ്കിലും ഇരുന്ന് ഈ വളർച്ചയെല്ലാം കാണുന്നുണ്ടാവും. ശരിക്കും ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടായിരുന്നതും ഉപ്പയ്ക്കൊക്കെ ആയിരിക്കും ഈ ഒരു കാര്യം ആലോചിച്ചിട്ടൊക്കെ. എങ്ങനെയായിരിക്കും ജാസി മുമ്പോട്ട് പോവുക എന്നൊക്കെ. എന്തായാലും അതെല്ലാം മാറി വരട്ടെ. ജീവിതത്തിലൊരു കയറ്റം ഇറക്കമൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ നല്ലൊരു എന്താ പറയാ, നമുക്ക് എന്തിനും കൂടെ നിൽക്കുന്ന ഒരാളെ തന്നെയാണ് ഇപ്പൊ ഒരു പാർട്ണറായിട്ട് കിട്ടിയേക്കുന്നത്. ഇപ്പൊ നിങ്ങൾ മുമ്പോട്ടുള്ള നിങ്ങളുടെ ഒരു പാർട്ണറായിട്ട് നിങ്ങളുടെ ജീവിതം തുടങ്ങുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഇനി ഞങ്ങൾക്ക് ഇടയിൽ ഒരു കുട്ടി വേണം, അങ്ങനത്തെ ഒരു ചിന്തയൊക്കെ ഉണ്ടാവില്ലേ നിങ്ങൾക്ക്? ശരിക്കും ഇടയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് സംസാരിക്കാറുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മൾ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ. നമുക്ക് അത് കഴിഞ്ഞിട്ടൊക്കെ എപ്പോഴെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ കുറേ ഇപ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ. അപ്പം അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം എന്ന് മാത്രം. എന്താണ് ഇപ്പൊ നിങ്ങൾ ഒരുമിച്ചതിന് ശേഷം ലൈഫിൽ വന്നേക്കുന്ന ഏറ്റവും വലിയ മാറ്റം എന്താ രണ്ടുപേരുടെയും? അത് ജാസിട്ട് പറ. എൻ്റെ ലൈഫിൽ വന്ന മാറ്റം എന്ന് പറയുന്നത്, ആശ വന്നതിന് ശേഷം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര പോയി. ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് എവിടെയും പോകുന്നൊരു വ്യക്തിയല്ല, എനിക്ക് ഭയങ്കര പേടിയുള്ള വ്യക്തിയാണ്. അപ്പോൾ ആശ വന്നതിന് ശേഷമാണ് കുറേയൊക്കെ സ്ഥലങ്ങൾ പോയി കണ്ടതും യാത്രകൾ കണ്ടതും. അങ്ങനെ പിന്നെ ചില കാര്യങ്ങളൊക്കെ ആശ പറഞ്ഞു, നീ അത് അങ്ങനെ പറഞ്ഞത് മണ്ടത്തരാണ്, നീ അങ്ങനെ പറയരുത്. എനിക്കൊരു നല്ലൊരു ഗൈഡൻസ് തന്നത് ആശയാണ്. അതുകൊണ്ട് ഭയങ്കര മാറ്റം ആശ വന്നതില്ല. ദുബായിൽ ഇത്ര നമ്മൾ ഈ ഒരു ഏജ് ചെയ്യുന്ന ഷോപ്പ്, സ്വന്തമായിട്ട് ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ആയി. അത് മാഷാഅല്ലാഹ്, അതൊന്നും വലിയ ഹാപ്പി. നമുക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ഒക്കെ തുടങ്ങി എന്തായാലും എല്ലാവർക്കും കൂടി മുമ്പോട്ട് പോകാൻ പറ്റി, ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പോൾ ആശി കൂടെ ഇപ്പൊ നിങ്ങൾ ഒരുമിച്ചായിട്ട് ഇപ്പൊ എത്ര വർഷമായി ശരിക്കും? ഇപ്പോൾ സ്റ്റിൽ ഒരുമിച്ചായിട്ട് ഞങ്ങളൊരു മറ്റത് ഒരുമിച്ചല്ലായിരുന്നു. ആഷി റാസൽ കൈമയിലായിരുന്നു, ഞാൻ ദുബായിലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വരും, എനിക്ക് ലീവ് കിട്ടുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകും, ആഷിക്ക് ലീവ് കിട്ടുമ്പോൾ ആഷി എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരും. ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് ഷോപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 2.5 വർഷം ഒരുമിച്ചായിട്ടല്ലേ? ഓക്കെ. ഇത് നമുക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ഇപ്പൊ ദുബായിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു പ്ലാൻ വേണം, ഫിനാൻഷ്യലി ആയാലും. അജീഷ് ബോസ് അദ്ദേഹമാണ് നമുക്ക്
അതിന്റെ ഫുൾ ക്രെഡിറ്റും ബാക്കിൽ നിന്നിട്ടുള്ള എല്ലാ ബാക്ക് ബോണൊക്കെ അജീഷേട്ടൻ തന്നെയാണ്. നിങ്ങളുടെ വളർച്ചയ്ക്ക് അജീഷേട്ടനല്ലാതെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തേക്കണം മറ്റൊരാളാണ്? അജീഷേട്ടൻ തന്നെ. അജീഷേട്ടൻ തന്നെ. എങ്ങനെ വന്നാലും അജീഷേട്ടൻ തന്നെ. അജീഷന്റെ വൈഫ്, ആ ഫാമിലി. അജീഷേട്ടന്റെ വൈഫിന്റെ പേര് കൂടി പറഞ്ഞു. ചേച്ചിയുടെ പേര് ഞാൻ ചേച്ചിന്നാ വിളിക്കുന്നത്, ഷാരോൺ എന്നാണ് പേര്. ഷാരോൺ. അപ്പൊ എങ്ങനെ തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ഇവര് തന്നെയാണ് ഞങ്ങളുടെ ലൈഫിന്റെ. അതെ അതെ. ഇപ്പൊ അല്ലാണ്ട് ഫ്രണ്ട്സുകളുണ്ട്. ഇപ്പൊ ഈവൻ നമ്മുടെ എന്റെ ഏറ്റവും നല്ലൊരു സുഹൃത്താണ് കീക്കിമ. നമ്മുടെ സോഷ്യൽ മീഡിയ ഉള്ളത് തന്നെയാ. റുക്സാന എന്നാണ് പേര്. കാലിക്കറ്റുള്ള ദുബായിൽ ഞങ്ങൾ അവിടെ ഒരു ട്രാവൽസ് നടത്തുന്നുണ്ട്, ലെസ്ഗോ ട്രാവൽസ് നടത്തുന്നുണ്ട്. അവള് നല്ല സപ്പോർട്ടാണ് നമ്മളെ. അവള് നല്ല നമ്മളൊരു ബാക്ക് ബോണ്ട് തന്നെയാണ് നിൽക്കുന്നുണ്ട് എല്ലാത്തിനും. ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഒരുമിച്ചാവുന്നതിന് മുമ്പ് ഇപ്പോ ആശി എല്ലാവരും കൂടെയുണ്ട്. സോഷ്യൽ മീഡിയ ആക്രമണങ്ങൾ ഭയങ്കരമായിട്ട് ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരാളാണ് ജാസി. ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ കൂടെ അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും മോശമായി ഇല്ല അങ്ങനെ ഒരു നമുക്ക് തോന്നിപ്പോകും ആരാ കമന്റ് എല്ലാവരും നമ്മുടെ ഫോട്ടോയുടെ കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സ് ചോദിക്കുമായിരുന്നു. കാരണം എനിക്ക് സോഷ്യൽ മീഡിയയിൽ സ്റ്റിൽ ഇപ്പോഴും കേട്ടോ ഒരു നല്ല വീഡിയോസ് ഇട്ടാലും ഒരു നല്ല ആക്ടിങ് വീഡിയോസ് ഇട്ടാലും അതിന് പ്രശംസിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലാണ്ട് അതിനെ കുറ്റം പറയുന്ന ഒരുപാട് പേരുണ്ട്. അണ്ടിത്താത്ത, കുണ്ടൻ, 9 ചാന്തുപുട്ട, അങ്ങനെ പല കമന്റ് ഇട്ടിട്ട് വരുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാലും ഞാൻ പക്ഷെ ഇപ്പൊ ഞാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ അത്യാവശ്യം വർഷമായി. പക്ഷെ ഇന്നേ വരെ എനിക്ക് പബ്ലിക്കിന്റെ ഇടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ല. എനിക്ക് ഇതുവരെ ഒരാൾ പോലും നീ എന്താണ് ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത്, എന്റെ കാരണം നോക്കി ഒറ്റ അടിയാണ് തരും, അങ്ങനെ ഒരു ആള് അല്ലെങ്കിൽ എന്തെങ്കിലും റോങ് ആയിട്ടോ ഒന്നും ഇതുവരെ ഇല്ല. എല്ലാവരും ഭയങ്കര പുറത്തുനിന്ന് നമ്മള് കാണുമ്പോൾ ഭയങ്കര സ്നേഹത്തിൽ വന്ന് ഓടി വന്ന് കെട്ടിപ്പിടിക്കുക, നമ്മുടെ ഫോട്ടോസ് എടുക്കുക. ഒരുപാട് ഇഷ്ടമാണ്, അച്ഛന് ഇഷ്ടമാണ്, അമ്മയ്ക്ക് ഇഷ്ടമാണ്, ഏട്ടന് ഇഷ്ടമാണ്, കുട്ടികൾക്ക് ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ പറയുന്നതെന്നല്ലാണ്ട് ഒരു ഇതുവരെ ഒരു ബാഡ് ആയിട്ടുള്ളൊരു ഫീല് ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ എന്റെ ഫ്രണ്ട്സ് കൂടുതലുള്ള ഫ്രണ്ട്സ് പറയും, എല്ലാ ജാസ്തി നിന്നെ പുറത്ത് കയറുമ്പോൾ എല്ലാവരും വന്നിട്ട് നിന്നെ അത്രയും സ്നേഹത്തിൽ നിന്നോട് സംസാരിക്കുന്നത്. അപ്പൊ ഈ ആരാണ് എനിക്ക് ഈ ബാഡ് കമന്റ് ഇടുന്നതെന്ന് ഇവര് എന്നോട് ചോദിക്കും. ഇപ്പൊ അടുത്ത് ഞങ്ങള് ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് ഞങ്ങള് തിരിച്ച് നാട്ടിലേക്ക് പോണ സമയത്ത് ഒരു പമ്പിൽ ജസ്റ്റ് എണ്ണ അടിക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് കയറി. അപ്പോൾ ഒരു ഞാൻ കാറിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങി ആ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയിട്ട് പമ്പില്. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് വന്ന ഒരു കാറിലെ ഒരു അമ്മ, കുറച്ച് ഏജിലൊരു അമ്മ ഇറങ്ങി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് കുറേ നേരം കരഞ്ഞു. ടാഷിനോട് കുറേ പറഞ്ഞു നല്ലതായിട്ട് നോക്കണം, അങ്ങനെയാണ് ഇങ്ങനെ കുറേ. എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി. അങ്ങനെ കുറെ നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഏറ്റവും വലിയൊരു കാര്യം നമ്മുടെ പൊന്നുസഖി പാട്ട് വന്നതിന് ശേഷം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പേഴ്സണലി കുട്ടികൾ കുറെ വീഡിയോസ് ഒക്കെ അവരെ പേരൻസ് എനിക്ക് പേഴ്സണലി അയച്ചു തരും. കുട്ടികൾ ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ പൊന്നുസഖി വെച്ചു കൊടുക്കണം, അല്ലെങ്കിൽ കുട്ടികൾ ഉറങ്ങുമ്പോൾ അത് വെച്ചു കൊടുക്കണം, അല്ലെങ്കിൽ കുട്ടികൾ തന്നെ പൊന്നുസഖി കളിക്കും. അതൊക്കെ എനിക്ക് പേഴ്സണലി ആൾക്ക് അയച്ചു തരാറുണ്ട്. സന്തോഷം. ഭയങ്കരമായിട്ട് ഒരുപാട് കുട്ടികൾക്കും നമുക്കാണ് സോഷ്യൽ മീഡിയയിൽ പൊന്നുസഖി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ജാസിമിന്റെ ഡാൻസ് അല്ലാതെ പിന്നെ കാണുന്ന കുട്ടികളുടെയാണ്. ഒരുപാട് സന്തോഷം. നമ്മളായിട്ടൊരു ട്രെൻഡ് കൊണ്ടുവരികയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾ. അപ്പൊ കുട്ടികൾ അങ്ങനെ ചെയ്യുന്നത് ഒരുപാട് സന്തോഷം. എന്തായാലും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ കൂടെ ഒരു കുട്ടി അത് ഉറപ്പാണ്, എന്തായാലും ഉണ്ടാവും. ഒന്നുകിൽ നമ്മള് അതിനുള്ള പ്ലാൻ ഇല്ല, പക്ഷെ ഈവൻ നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരു ആൾക്ക് ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു വിദ്യാഭ്യാസം ഒരാൾക്ക് കൊടുക്കാൻ പറ്റുക, ആരും ഇല്ലാത്തവർക്ക് ഒരു ആശ്രയമാവുക, അതൊക്കെ നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും നല്ലൊരു കാര്യം. വേറെ കാര്യം, രണ്ടുപേരും കാണാൻ അടിപൊളിയാണ്, ആക്റ്റീവാണ്, എല്ലാം കൂടെ. രണ്ടുപേർക്കും പ്രപ്പോസൽസ് വരാറുണ്ടാവും ഇല്ലേ? ഈവൻ എന്നെക്കാട്ടും കൂടുതൽ പ്രപ്പോസ് വരുന്നത് ആഷിക്കാണ്. കാരണം എനിക്ക് പ്രപ്പോസ് തരാൻ കുറച്ച് മടിയായിരിക്കും ആൾക്കാർ. കാരണം ആഷി ചൂടാവും. ഈവൻ ആഷിക്ക് പ്രപ്പോസ് ചെയ്ത് ഞാൻ പിന്നെ ഒന്നും ചെയ്യത്തില്ലല്ലോ. കൂളൊന്നല്ല, ഞാൻ ഭദ്രകാളിയാവും, വേറെ കാര്യം. പക്ഷെ ഈവൻ ആഷിക്ക് മെസ്സേജ് വരാറുണ്ട് ഇങ്ങനെ, ഇക്കാനെ കാണാൻ എന്ത് ഭംഗിയാ, താടി സൂപ്പറാണ്, ജാസിനെ ഒഴിവാക്കിക്കൂടെ, ഞാൻ ലൈഫ് തരാം. പിന്നെന്താ അങ്ങനെയൊക്കെ കമന്റ് ചെയ്യാറുണ്ട്. അപ്പൊ എന്താ മനസ്സിൽ ഈ മെസ്സേജ് ഇപ്പൊ ഇഷ്ടമാണ് അങ്ങനെ മെസ്സേജ് തരാം, ഞാൻ പിടിച്ച് ബ്ലോക്ക് ചെയ്യും. ആണോ? പിടിച്ച് ബ്ലോക്ക് ചെയ്യും. അപ്പൊ എല്ലാവരും സുഹൃത്തുക്കളെ മെസ്സേജ് ജാസിയും കാണുന്നുണ്ട്, ചെക്ക് ചെയ്ത് ബ്ലോക്ക് ഒക്കെ ചെയ്തല്ലേ? വാട്സാപ്പില് 600 സംതിങ് ബ്ലോക്ക് ഉണ്ട്. 600 സംതിങ്. അതെന്താണെന്നറിയോ? പിന്നെ ഇതില് ഇൻസ്റ്റാഗ്രാമില് 10K മേലല്ലേ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. എന്താണെന്നറിയോ, ഇവൻ വാട്സപ്പിൽ ബ്ലോക്ക് വരാൻ കാരണം ഒരു വട്ടം ഇതേപോലെ ഷോപ്പിന്റെ ഒരു പ്രൊമോഷൻ ചെയ്തപ്പോ ഞാൻ അറിയാണ്ട് ആശയുടെ നമ്പറാണ് കൊടുത്തത്, ഷോപ്പിന്റെ നമ്പർ കൊടുക്കേണ്ടി. പിന്നെ തുരുതുരാ മെസ്സേജ് അതിലേക്ക്.
അങ്ങനെ ബ്ലോക്ക് ചെയ്യുന്ന രാത്രി 12 മണിക്കൊക്കെ വിളിക്കും. ഞാൻ പറഞ്ഞ ഷോപ്പ് ടൈം അറിയാലോ, പിന്നെ ഈ നേരത്തൊക്കെ വിളിച്ചു. ഷോപ്പിന്റെ കാർഡിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ വിളിക്കാറുണ്ട്. അതെനിക്ക് അത് മാറും എനിക്കിപ്പോ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുറച്ച് സാരി എടുത്ത വീഡിയോസും ധാവണി വീഡിയോസും ഒക്കെ എടുക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല ഏട്ടന്മാരൊക്കെ പ്രപ്പോസ് ചെയ്യാറുണ്ട്. ആശി ഞങ്ങൾ തട്ടി ഞങ്ങള് ഒരു ദിവസം നോക്കുള്ളൂ, പിന്നെ ഇങ്ങോട്ട് തിരിച്ചു. ഒരു കാര്യം, കലാപരമായിട്ട് പാട്ട്, ഡാൻസ്, ഇതിലെല്ലാം ജാസി തകർക്കുന്ന എല്ലാ സംഭവം ആഷിക്ക് എന്താണ്? ആഷി പാട്ട് പാടും, നല്ല മാപ്പിള സോങ് ഒക്കെ പാടും. അങ്ങനെ ഇവിടെ ചെണ്ടയൊക്കെ നമുക്ക് പൊട്ടിപ്പാടാ. ഇല്ല അങ്ങനെ പാടില്ല, എനിക്ക് ഭയങ്കര ഒരു പക്ഷെ ആഷി പൊതുവെ എന്താണ് ഫ്രണ്ട്സുകളിൽ അങ്ങനെ അത്രയൊക്കെ ഡീപ്പായിട്ട് സംസാരിക്കുള്ളൂ. ഇങ്ങനെ സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണോ ആഷിക്കോ? ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ എന്റെ എല്ലാ ഫ്രണ്ട്സിനായിട്ട് എന്നെക്കാട്ടി കൂടുതൽ സംസാരിക്കുന്ന ആഷിയാണ്. അല്ലാണ്ട് പുറത്ത് ഇങ്ങനെ ഇന്റർവ്യൂലൊക്കെ വന്നു കഴിഞ്ഞാൽ ആള് കുറച്ച് വല്ല ഓക്കെ അങ്ങനെ സംസാരിക്കും. ആഷി എവിടെയെങ്കിലും ഒരു പബ്ലിക് ഒരു ഇന്റർവ്യൂല് പാട്ട് പാടിയിട്ടുണ്ടോ? ഇല്ല, പബ്ലിക്കായിട്ട് എവിടെയും പാടില്ല. എവിടെയും പാടില്ല. അപ്പൊ നമുക്കാണ് ആദ്യമായിട്ട് പാടി. അല്ല, മാപ്പിള പാട്ടൊക്കെ പാടുന്നു പറഞ്ഞില്ലേ? നമുക്ക് എല്ലാവർക്കും ആരും കാണൂല, നമ്മൾ ഇത്രയും പേരേ ഉള്ളൂ. ഇല്ല, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് വേണ്ടിട്ട്, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് അപ്പൊ ജാസി എന്നെ പാടാൻ അടിപൊളി. ജാസി ശബ്ദമൊക്കെ ശരിയാക്കണ്ട്. പൊന്നു സഖി എന്തിനാ പിണക്കമെന്നോടെന്തിനാ, അല്ല പൊന്നി കൽബ് വേദന, എന്നെ കെട്ടി വീട്ടിലാക്കി നാട് വിട്ടതെന്തിനാ, പൊന്നു സഖി എന്തിനാ പിണക്കമെന്നോടെന്തിനാ, അല്ല പൊന്നി കൽബ് വേദന, എന്നെ കെട്ടി നാട്ടിലാക്കി വീട് വിട്ടതെന്തിനാ, മിണ്ടൂല ഞാൻ മിണ്ടൂല ഞാൻ മിണ്ടൂല ഞാൻ മാരനെ, മിണ്ടൂല ഞാൻ മിണ്ടൂല ഞാൻ മിണ്ടൂല ഞാൻ മാരനെ. അടിപൊളി. വേറെ ഏതാ എപ്പോഴും വീട്ടിൽ പാടുന്ന പാട്ട് ഏതാ? ബാക്കി അങ്ങനെ ഫുൾ ആക്ടിങ്. അപ്പോ നമ്മൾ ബാൽക്കണി നിർത്തില്ലേ, ഏതാ ഫിലിമിന്റെ ആക്ടിങ് ചെയ്യാറുണ്ട്. ജസ്റ്റ് ഒന്ന് പറ. ഏതാ ദേവദൂതൻ സിനിമത്തെ ഞാനും പറയുന്നു. ഈ ചിത്രത്തിലേക്ക് നോക്കി ഞാൻ ഇന്നത്തെ മഹേശ്വരനെ സങ്കല്പിക്കാറുണ്ട്. മുൻവശത്തെ മുടി കുറെ കൊഴിഞ്ഞിട്ടുണ്ടാകും, മുഖത്ത് ചുളിവുകളുണ്ടാകും, പക്ഷേ കണ്ണുകളുടെ തിളക്കം പോയി കാണില്ല. എന്നെ ഓർക്കുന്നുണ്ടാകും. മഹേഷ് ഒരിക്കലും എന്നെ മറക്കില്ല. അതിങ്ങനെ എല്ലാം പറയും. ഒരു അഭിനയിക്കുക മാത്രമല്ല, ഡബ് ചെയ്യാനും കഴിവുണ്ട്. നല്ല ശബ്ദം. പറഞ്ഞപ്പോ ഞാൻ ഒരു കാര്യം ഇവിടെ, ഞാൻ പറയുന്ന ഒരു സീൻ ഒന്ന് ക്രിയേറ്റ് ചെയ്യാമോ? നാഗവല്യാവോ? വിടമാട്ടെ മറ്റേ അല്ലിക്ക ഫുള്ളായിട്ട് പറയും. അപ്പൊ ആശു സമ്മതിക്കരുത്, എന്ത് ചെയ്താലും സമ്മതിക്കരുതാ. മതി. ഇതെവിടുന്ന് കിട്ടി? ഇതാ നാഗവല്ലിയുടെ ചിലങ്ക, അതായത് 45 വർഷം പഴക്കമുള്ള ചിലങ്ക. അതെ, എന്നാ അതല്ല. എന്താ പറഞ്ഞ സണ്ണി, ഇത് തന്നെയാ. അങ്ങനെ തോന്നാം, പക്ഷെ ഇത് അതല്ല. ഒറിജിനൽ ചിലങ്ക ഇപ്പോൾ തെക്കിനിയിലില്ല. ചുമ തർക്കിക്കാതെ സണ്ണി, ഇത് തന്നെയാ. ഞാൻ കുറേ ഇതൊക്കെ കണ്ട് പഠിച്ചിട്ട് തന്നെ വന്നത്. പക്ഷെ ഞാൻ പറയുന്നു, ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. എനിക്കോ എനിക്ക് ആ വിടമാട്ടെ കൂടി ഒന്ന് കേട്ടാ ചോദിച്ചു. ഇന്ന് അല്ലിക്ക് ആഭരണം എടുക്കാൻ വേണ്ടി ഞാൻ പോവാണേ. പോവണ്ട, ഞാൻ രാവിലെ കൂടി പറഞ്ഞാണല്ലോ പോണ കാര്യം. പോണ്ടല്ലേ പറഞ്ഞു, പോണ്ട. പിന്നെ ഇപ്പൊ ഒരു മഴമാറ്റം. പോണ്ടെന്ന് പറഞ്ഞാൽ പോണ്ട. വിടമാട്ടെ. அப்போ இங்கிருந்து எங்கே போக விட மாட்டேன். ஆயோக நாயே, உனக்கு என்ன தைரியம் இருப்ப இப்போ எனக்கு முன்னாடி வந்து நிற்பேன். உனக்கு துர்காஷ்டமி, ഞാൻ ഉന്നെ കൊന്നു എന്തായാലും കൊള്ളാം. ശരിക്കും ഭയങ്കര ആക്റ്റീവാ. ഞങ്ങള് ഇന്നലെ ഒരു ഇതേപോലെ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞു വന്നു. അത് കണ്ട് ഒരു ഇന്റർവ്യൂ കഴിഞ്ഞു, പിന്നെ ഫംഗ്ഷൻ കണ്ട് ഒത്തിരി ലേറ്റാണ് വീട്ടിലെത്തിയത്. അപ്പോ കിടന്ന് നല്ലപോലെ ഒന്നും ഉറങ്ങിയില്ല. അപ്പൊ അതിന്റെ ഒരു ക്ഷീണം. അതുകൊണ്ടാണ് നാഗവല്ലി ഇത്തിരി ഡൗൺ ആയിരിക്കണം.